ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ദിബയിലേക്കാണ്. സോ ദിബയിൽ പോകുന്ന വഴി കാണുമ്പോൾ ഫുള്ള് മലയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡോറ ബുജി ടച്ചാണ്. അതായത് കാട് പോയി, പിന്നെ റോഡ് പോയി, അങ്ങനെ ഒടുക്കം നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അതാണ് ലുലു. അങ്ങനെ ലുലുവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ നമ്മൾ കാർ സ്റ്റോപ്പാക്കി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഈ അട്ടപ്പാടിയിലൊക്കെ അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഇങ്ങനത്തെ നാട്ടിലൊക്കെ ആരാണ് ലുലു ഒക്കെ കൊണ്ടുവന്ന് കെട്ടിയ ആളെ സമ്മതിക്കണം. അത് ഈ പാറയൊക്കെ പൊട്ടിച്ചിട്ടായിരിക്കില്ല ഇതൊക്കെ ഇങ്ങനെ കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അതുപോലെ എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു. അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാൻ കഴിയുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വേസ്റ്റായി പോയില്ലേന്ന്. അങ്ങനെ നമ്മളൊരു ഡ്രസ്സ് കടയിലൊക്കെ കയറി എങ്ങനെയെങ്കിലുമൊക്കെ ടൈം കുറച്ച് കളയണമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇച്ച വേറെ ആവശ്യത്തിനായി പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലുലു മാളിലാക്കിയിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ ഡ്രസ്സിൻ്റെ കുറച്ച് സെക്ഷനിലേക്ക് മാറി മാറി നോക്കി. ആരും പേടിക്കേണ്ട, പീഡന കേസിലെ പ്രതിയൊന്നുമല്ല, ഇത് ഞാൻ തന്നെയാണ്. സോ അവിടെ നമ്മൾ നേരെ പോയത് പിന്നെ ഒരു ദിബയിലെ ഒരു പാർക്കിലേക്കാണ്, ബീച്ചിലേക്കാണ്. സോ അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. സീന് സെറ്റ് സ്ഥലമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നമ്മൾ ആ പോയൊരു ടൈമും അങ്ങനെ തന്നെയായിരുന്നു. ഇതെന്താ ഞാനിങ്ങനെ പന്തം കണ്ട പെരിച്ചായ പോലെ നിൽക്കുന്നതെന്നല്ലേ, എൻ്റെ കവിയത്രയെ ഉണർത്താൻ നോക്കിയതായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം, കവിയില്ലാതെ പിന്നെ ഉണർത്താൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും അവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, അതാണ്. നിന്ന് കത്തുന്നതാണെന്നില്ലേ, ഇതുപോലെ നമ്മളും കത്തുക എന്നുള്ള കാര്യം ഒന്നും മറക്കരുത് സൂര്യ. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിൽ പോയാലുള്ള എൻ്റെ മെയിൻ പരിപാടിയാണ് അടുത്ത മുത്തും പഴവും മാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സാധനങ്ങൾ പറക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ റൂം മൊത്തം ഞാൻ പറക്കിക്കൊണ്ടിരുന്ന കല്ല് മാത്രമേ ഉള്ളൂ. നാട്ടിൽ കണ്ടാൽ ഇഷ്ടംപോലെ കല്ലുണ്ട്, വേറെ ഒന്നുമില്ലെങ്കിലും. സോ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഇപ്രാവശ്യം നമ്മൾ ഫുഡിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാന്താരി അൽഫാമായിരുന്നു, അതുപോലെ കുബൂസൊക്കെ ആയിരുന്നു. പോകുന്ന വഴിക്ക് ദിബയിലുള്ള ഒരു ലുലു റെസ്റ്റോറൻ്റ് ആണോ തോന്നുന്നു, അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ചായയും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുള്ളി സെറ്റാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.